ഉത്സവങ്ങളിലെ ആനയെഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളിൽ ഇടപെടൽ ശക്തമാക്കാൻ സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം വിളിക്കും. നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ളവ വേണോയെന്ന് വിദഗ്ധരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. നിലവിലെ നിയന്ത്രണങ്ങളുമായി പൂരം നടത്താനാവില്ലെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും ആനകളെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉത്സവ നടത്തിപ്പുകൾ പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് സർക്കാർ ഇടപെടൽ. നിലവിൽ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന രീതിയിൽ ഉത്സവങ്ങൾക്ക് ആനകളെ എഴുന്നള്ളിക്കാനാകില്ലെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ ഭംഗിയായി നടത്താൻ വേണ്ട മുഴുവൻ നടപടികളും സർക്കാർ കൈക്കൊള്ളുമെന്ന് മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ ഇതു സംബന്ധിച്ച യോഗം വിളിച്ചു ചേർക്കും. ചട്ടഭേദഗതിയും നിയമനിർമ്മാണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമോപദേശം തേടും. പൂരം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും പാരമ്പര്യത്തോടും കൂടി നടത്തണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം. പക്ഷേ ഇക്കാര്യത്തിൽ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ വന്ന സാഹചര്യത്തിൽ ആ പൂരത്തിൻ്റെ സുഗമമായ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചട്ടഭേദഗതി മതിയാകുമോ, നിയമവിദഗ്ധരുമായിട്ടും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടുമുള്ള കൂടിയാലോചന വളരെ അനിവാര്യമാണ്. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ നടപ്പായാൽ തൃശൂർ പൂരം പൂർണ്ണമായി നടക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇതിനെതിരെ ദേവസ്വങ്ങളും പൂരപ്രേമികളും രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്നൊരു പേരില്ല. ഇനി എല്ലാം ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നിരോധനത്തിൻ്റെ ഭാഗത്തിലേക്ക് എത്തി. നമ്മൾ ശക്തമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. പൂരപ്രേമി സംഘം ഇവിടെ ഒരുപാട് ഇതിനെ സ്നേഹിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. എല്ലാവരും കൂട്ടായി തീരുമാനം എടുത്തുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കും. സർക്കാർ നല്ല രീതിയിൽ ഇടപെട്ട് ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ന്യായമായ രീതിയിൽ ഇതിനെ നിലനിർത്താൻ നമ്മളെ സഹായിക്കണം. ഞങ്ങൾക്കിത് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. കേന്ദ്ര സർക്കാർ ഇറക്കിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂരം വെടിക്കെട്ട് നേരത്തെ തന്നെ പ്രതിസന്ധിയിലാണ്. ഇതിനു പിന്നാലെയാണ് ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പുതിയ നിർദ്ദേശങ്ങൾ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കുടമാറ്റം ഉൾപ്പെടെയുള്ള ഒന്നും തന്നെ തൃശൂർ പൂരത്തിന് നടത്താനാകില്ല. ഹൈക്കോടതി നിർദ്ദേശങ്ങളിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ പൂരം പ്രതിസന്ധിയിലാകുമെന്ന് ഉറപ്പ്. റിപ്പോർട്ടർ, തൃശൂർ.